അതെ, രണ്ടാം ഘട്ടത്തിൽ 88 മണ്ഡലങ്ങളാണ് വിധി എഴുതിയത്. അത് 13 സംസ്ഥാനങ്ങളിലാണ്. പെർസെന്റേജ് 66.14%. പക്ഷേ അത് 2019 വെച്ച് നോക്കുമ്പോൾ 2019 അത് 69.6%. അപ്പോൾ 3% തന്നെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ പോളിംഗ് ശതമാനം എല്ലാ ഘട്ടത്തിലും കുറയുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. പക്ഷേ രണ്ടാം ഘട്ടത്തിലെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഇന്ത്യ മുന്നണിയിലെ ചില നേതാക്കളുടെ ബോണ്ടിങ്, അത് രാഹുൽ ഗാന്ധി, അഖിലേഷ് യാദവ്, തേജസ്വി, ഈ 3 പേരുടെയും ഒരു സഖ്യം, ഒരു വല്ലാത്ത ബോണ്ടിങ് രൂപപ്പെട്ടു. ഒരുമിച്ചുള്ള പ്രചാരണങ്ങൾ അത് എത്രത്തോളം ഫലം ചെയ്തു. രണ്ടാം ഘട്ടത്തിലാണ് അതിൻ്റെ ഒരു തുടക്കം വരുന്നത്. പിന്നീട് അങ്ങോട്ട് അതിൻ്റെ തുടർച്ചയായിരുന്നു. തീരെ വയ്യ നടുവേദനയാണ് ഈ തേജസ്വിക്ക്. 200 റാലികൾ നടത്തി ബീഹാറിൽ. അഖിലേഷ് യാദവിന്റെ റാലികൾ, അഖിലേഷിന് വലിയ തരത്തിൽ അവിടെ ജനങ്ങളെ സംഘടിപ്പിക്കാൻ സാധിച്ചു. പല സ്ഥലങ്ങളിലും പ്രസംഗം നടത്താൻ പറ്റാതെ വേദിയിലേക്ക് ജനങ്ങൾ ഇരച്ചു കയറുന്ന ഒരു സംഭവം കൂടി ഉണ്ടായതിൽ രാഹുലും അഖിലേഷും കൂടി പങ്കെടുത്തുണ്ടായിരുന്നു. അതല്ലാതെ അഖിലേഷ് ഒറ്റയ്ക്കുള്ളതുണ്ടായിരുന്നു. ആ രൂപത്തിൽ ഈ യുവ നേതാക്കൾ ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രധാന മുഖങ്ങളായി മാറി. സ്മൃതി, ഞാൻ അതിനെ വിളിക്കുന്നത് സൂപ്പർ ട്രയോ എന്നാണ്. സൂപ്പർ ട്രയോ, രാഹുൽ, അഖിലേഷ്, തേജസ്വി, ഈ 3 നേതാക്കൾ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പോൾസ്റ്റേഴ്സ് ആയിട്ടുണ്ട്. അവിടെ ഒരു മോദി, ഇവിടെ ഈ 3 യുവ നേതാക്കൾ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആന്റോ അഗസ്റ്റിൻ, അത് നമ്മൾ ദേശീയ തലത്തിൽ നോക്കുമ്പോഴും ഈ 3 നേതാക്കൾ പങ്കെടുക്കുന്ന എല്ലാ റാലികളിലും വലിയ ജനക്കൂട്ടമുണ്ട് എന്ന് കാണാം. പ്രശാന്ത് കിഷോറിന്റെ ഒരു ഡാറ്റ അനലിറ്റിക്സിൽ പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നരേന്ദ്രമോദി പങ്കെടുത്തിരുന്ന റാലികളിൽ ആൾക്കൂട്ടമുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ പങ്കെടുത്ത പല റാലികളിലും വലിയ ആൾക്കൂട്ടം. അഖിലേഷ് യാദവിനും രാഹുൽ ഗാന്ധിക്കും പലയിടങ്ങളിലും പ്രസംഗിക്കാൻ പോലും കഴിയാത്ത വിധം ആളുകൾ ഒഴുകിയെത്തി. അവർ ഇത്തവണ ഈ ഒരു വലിയ പോൾസ്റ്റേഴ്സ് സ്റ്റാൾസ് ആയിട്ട് മാറിയിട്ടുണ്ടോ? അല്ല, അതിനകത്ത് രാഹുൽ ഗാന്ധിയെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു പരിധി വരെയുള്ള ജനങ്ങളൊക്കെ ഇന്ത്യയിലുണ്ടായിരുന്നു കഴിഞ്ഞ 2019 ഇലക്ഷന്. ഈ വർഷത്തേക്ക് അത് മാറിക്കഴിഞ്ഞപ്പോൾ വളരെയധികമായിട്ട് രാഹുൽ ഗാന്ധി ജനപ്രിയനായി മാറുകയും നോർത്ത് ഇന്ത്യയിൽ ഇറങ്ങി അദ്ദേഹം വർക്ക് ചെയ്യുകയും ചെയ്തു. അതിനൊക്കെ വളരെ ഈ ഭാരത് ജോഡോ യാത്ര വളരെയധികം അതിന് സ്വാധീനിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അഖിലേഷ് യാദവിൻ്റെയൊക്കെ കൂടെ ആ കൂട്ട് വന്നപ്പോൾ അത് വലിയ ടീമായി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ഷന് 2ാം ഫേസിലേക്ക് മാറി എന്നുള്ളത്. പക്ഷേ അത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ 102 മണ്ഡലങ്ങളുടെ ഇലക്ഷൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഫസ്റ്റ് ഘട്ടത്തിൽ 102 മണ്ഡലങ്ങൾ കഴിഞ്ഞു. സെക്കൻഡ് ഫേസ് ആയപ്പോഴത്തേക്കാണ് ഇന്ത്യ മുന്നണിയിൽ ഒരു ബോണ്ടിങ് വന്നത്. അത് വലിയൊരു പ്രശ്നമാണ്. കാരണം ആദ്യമായിരുന്നെങ്കിൽ വളരെയധികം ഗുണം ചെയ്തേനെ. 102 പോൾ ചെയ്ത് കഴിഞ്ഞു. അതാണ് 5-1 പോൾ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ ബോണ്ടിങ് വന്നത്. അത് കഴിഞ്ഞ് സുജയ പാർവതി, ഈ മോദി വേഴ്സസ് ഈ സൂപ്പർ ട്രയോ എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം അവരുടെ പ്രചരണത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അത് 2019 ആബ്സെന്റ് ആയിരുന്നു. 2019 മോദി വേഴ്സസ് ഹു എന്ന ചോദ്യമായിരുന്നെങ്കിൽ ഇവിടെ മോഡി വേഴ്സസ് രാഹുൽ, മോഡി വേഴ്സസ് അഖിലേഷ്, മോഡി വേഴ്സസ് തേജസ്വി, അങ്ങനെ ഒരു പ്രചരണം ശക്തമല്ലേ? പ്രചരണം ശക്തമാണ്. പക്ഷേ ആൾക്കൂട്ടം വോട്ടായോ ഇല്ലയോ എന്നുള്ളതാണല്ലോ ഫലമാണ്, അതായത് റിസൾട്ട് ദാറ്റ് മാറ്റേഴ്സ്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി വേഴ്സസ് മെനിയാണ്. അപ്പോൾ പല ആളുകളോട്, പല ശക്തരെന്ന് അഭിമാനിക്കുന്ന ആളുകളോട് ഒറ്റയ്ക്ക് ഏറ്റുമുട്ടുകയാണ്. ഇപ്പുറത്ത് നരേന്ദ്രമോദി മാത്രമാണ്, നരേന്ദ്രമോദി ഫാക്ടർ മാത്രമാണ് ഇപ്പുറത്ത്. അതായത് ഓരോ NDAയുടെ ഓരോ സ്ഥാനാർത്ഥിക്കും വോട്ട് ചെയ്യാൻ പറയുന്നത് നിങ്ങൾ മോദിക്ക് വോട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്തവണത്തെ മാൻഡേറ്റ് എന്തായാലും അത് മോദിക്കുള്ള മാൻഡേറ്റ് ആണ്. നരേന്ദ്രമോദി എന്ന സിംഗിൾ മാനുള്ള മാൻഡേറ്റ് ആണ് ജൂൺ 4 വരാൻ പോകുന്നത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പറയുന്ന ട്രയോ, ആ ട്രയോയുടെ ഒരു കോമ്പിനേഷൻ അത് നേരത്തെ തന്നെ അവർ വർക്കൗട്ട് ചെയ്യണമായിരുന്നു, പ്ലാൻ ചെയ്യണമായിരുന്നു. അല്ലാതെ ഒന്നാമത്തെ ഘട്ടം വിധി എഴുതിയതിന് ശേഷമല്ല നാച്ചുറലായി അത് ഇവോൾവ് ചെയ്ത് വരേണ്ടത്. ആ ഒരു ഇവോൾവ് ചെയ്ത് വരേണ്ടത് എപ്പോഴായിരുന്നു? 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടന്ന വേളയിൽ. അന്ന് ഇന്ത്യ മുന്നണി ഫ്രീസറിലിരിക്കുകയായിരുന്നു. അപ്പോൾ അതെടുത്ത് ആക്റ്റീവ് ആക്കണമായിരുന്നു. ചെറുതായിട്ടൊരു കനലെങ്കിലും ഒന്ന് ഊതിക്കൊടുക്കുകയെങ്കിലും ചെയ്യണമായിരുന്നു. അതുപോലും ചെയ്യാതെ 1ാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം 2ാം ഘട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലാണ് വോട്ടെടുപ്പ് നടന്നത്. അപ്പോൾ കേരളത്തിൽ മാത്രമാണ് ഇന്ത്യ മുന്നണിക്ക് കോൺഫിഡന്റ് ആയിട്ട് പറയാൻ കഴിയുക. അതായത് ഇടത് ജയിച്ചാലും LDF ജയിച്ചാലും UDF ജയിച്ചാലും ഇന്ത്യ മുന്നണിയാണല്ലോ. ഏറ്റവും കൂടുതൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നതും രാഹുൽ ഗാന്ധി വേഴ്സസ് പിണറായി. അപ്പോൾ 2ാം ഘട്ടം വളരെ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഒരു സ്ഫോടനാത്മകമായ ഘട്ടം അത് 2ാം ഘട്ടവും അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ 7ാം ഘട്ടത്തിലേക്ക്. 1ാം ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും പോളിംഗ് ശതമാനം കുറഞ്ഞത് ഇന്ത്യ മുന്നണിക്ക് ഒരു പ്രതീക്ഷയായി. പക്ഷെ ഒരു 3% ഡിപ്പല്ലേ സ്മൃതി? എനിക്ക് ഇപ്പോഴും ഈ കണക്കുകൾ നോക്കുമ്പോൾ അതൊരു നോർമൽ ഡിപ്പായിട്ടല്ല, അവരത് പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനല്ല. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് പെർസെന്റേജ് രേഖപ്പെടുത്തിയത് 2019 2019 പോളിംഗ് പെർസെന്റേജ് എന്ന് പറയുന്നത് 67.11%. 2014 65.95%. തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 1.16%. അവിടെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ 2014 65.95, നമുക്ക് 66 എന്ന് വയ്ക്കാം. ഈ 66% വോട്ട് പോൾ ചെയ്യപ്പെട്ടപ്പോൾ
282 എന്ന് പറയുന്ന സിംഗിൾ പാർട്ടി മെജോറിറ്റിയിലേക്ക് BJP എത്തി എന്നുള്ളതാണ്. 1.16% ഉയർച്ച ഉണ്ടായപ്പോൾ 2019 300 ക്രോസ് ചെയ്തു എന്നുള്ളതാണ്. സോ എനി സ്മോൾ ഡിപ്പ്, നമ്മളിപ്പോൾ ഈ പറയുന്ന പെർസെൻറ്റേജ് ഒരു 3% അല്ലേ ഉള്ളൂ. 3% ഡിപ്പ് വരുന്നെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 1.16 എന്ന് പറഞ്ഞ പെർസെൻറ്റേജിൻ്റെ വ്യത്യാസം വന്നപ്പോൾ തന്നെ ഉണ്ടല്ലോ, എത്ര വ്യത്യാസം വന്നെന്നറിയാം? 30 സീറ്റിൻ്റെ വ്യത്യാസം വന്നത് കഴിഞ്ഞ പ്രാവശ്യം 2014 2019 BJP എത്തുമ്പോൾ. പക്ഷേ അവിടെ വസ്തുതകളുണ്ടല്ലോ, ബാലാക്കോട്ട് അടക്കമുള്ള വിഷയം. അല്ല, അതുണ്ട്, അതിദേശീയതയുടെ ഒരു വിഷയമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അരുണെ നമ്മൾ പറയുന്നത് 2019 ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പോളിംഗ് പെർസെന്റേജ് ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ബാലാക്കോട്ട് പോലെയുള്ള അതിദേശീയത ഉള്ളതുകൊണ്ടാണ്.